നമ്മളൊരു PF അക്കൗണ്ട് ഹോൾഡറാണ്. ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി എന്നിരിക്കട്ടെ, അത്യാവശ്യമായി പണം വേണം. PF പിൻവലിക്കാൻ തീരുമാനിച്ചാൽ ഓൺലൈനിൽ അപേക്ഷ നൽകി കാത്തിരിക്കണമെന്നതാണ് നിലവിലെ സ്ഥിതി. എന്നാൽ ഇനി മുതൽ അപേക്ഷ നൽകി കാത്തിരിക്കേണ്ട കാര്യമില്ല. PF പിൻവലിക്കൽ ലളിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. നമ്മുടെ റിട്ടയർമെന്റ് കാലത്തേക്ക് കരുതാവുന്ന വലിയൊരു സമ്പാദ്യമാണ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PF. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത്. ജീവനക്കാരും തൊഴിലുടമകളും പ്രതിമാസം ഈ സ്കീമിലേക്ക് സംഭാവന ചെയ്യുകയും ജീവനക്കാർക്ക് അതൊരു വിലപിടിച്ച സമ്പാദ്യമായി മാറുകയും ചെയ്യും. പൊതുവെ വിരമിക്കലിന് ശേഷമാണ് ഈ പണം പിൻവലിക്കുക. എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസിയോ ലോൺ തിരിച്ചടവോ പോലെ പണത്തിന് അടിയന്തര ആവശ്യം വന്നാൽ പ്രത്യേക കാരണങ്ങൾ കാണിച്ച് PF അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കും. PF പിൻവലിക്കാൻ ഓൺലൈനായി അപേക്ഷിക്കണമെന്നതാണ് നിലവിലെ രീതി. എന്നാൽ രാജ്യത്തെ തൊഴിലാളികൾക്ക് മികച്ച സേവനങ്ങൾ ഒരുക്കാൻ IT സംവിധാനങ്ങൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അടുത്ത വർഷം മുതൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പണം ATMകളിൽ നിന്ന് നേരിട്ട് പിൻവലിക്കാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ്. ജനുവരി മുതൽ സേവനം നടപ്പാക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇതിനായി PF അക്കൗണ്ട് ഉടമകൾക്ക് ATM കാർഡുകൾ നൽകും. എന്നാൽ മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കില്ല. പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിന്റെ 50% വരെ മാത്രമേ ATM വഴി പിൻവലിക്കാനാകൂ. ഇത് നടപ്പിൽ വന്നാൽ രേഖകളും അപേക്ഷകളും നൽകി കാത്തിരിക്കേണ്ടി വരില്ല എന്നതാണ് ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്നത്. ഇതിനു പുറമെ PF അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക വർദ്ധിപ്പിക്കുകയും ചെയ്യും. തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള തുക വിഹിതമായി നൽകാനുള്ള സൗകര്യവും ഒരുക്കും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ IT സംവിധാനങ്ങൾ നവീകരിക്കുകയാണെന്നും ജനുവരിയോടെ നിർണായക പുരോഗതി ഉണ്ടാകുമെന്നുമാണ് കേന്ദ്ര തൊഴിൽ സെക്രട്ടറി സുമിത ദാവ്ര അറിയിച്ചത്.